ഇത് അവസാനം KSFDC ഇത് റിലീസിന് എത്തിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് എത്തുന്നുണ്ടായിരുന്നു അല്ലേ? അതായത് 6 തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്യാം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. 6 തിയേറ്ററുകളിൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഷോർട്ട് ഫിലിം വരെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന കാലമാണ്. അതായത് ഷോർട്ട് ഫിലിം ആളുകളിൽ റിലീസ് ചെയ്ത് തുടങ്ങി. മനസ്സിലായില്ലേ? ഇപ്പോ ലോകത്തിലെ ഇന്ത്യയിലൊക്കെ TTTയുടെ ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് മൈക്രോ ഫിലിം പ്ലാറ്റ്ഫോമുകൾ ലോകോത്തരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാലോ, ടെറബിലിറ്റി ടെയിൽസ് പോലെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ. ഇപ്പൊ മുമ്പിലൊക്കെ നമുക്ക് അല്ലാത്ത വർക്ക് ഓഫ് ആർട്ടുകൾ കാണാൻ പറ്റും. ഈ സമയത്ത് 6 തിയേറ്ററുകളിൽ 1.5 കോടിക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, ഇന്ത്യക്ക് മാതൃകയായ ഒരു പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ആദ്യ പ്രോജക്റ്റ് ഇത്രയും 14 തിയേറ്ററുകളോ 16 തിയേറ്ററുകളോ KSFDCക്ക് പോലും ഉണ്ട്. എന്നിട്ട് 6 തിയേറ്ററുകൾ റിലീസ് ചെയ്യാന്ന് പറയുന്നത് ആരുടെ ഔദാര്യത്തിന്റെ പുറത്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, 6 തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി ആ സിനിമ റിലീസ് ചെയ്യേണ്ടതില്ല. അതിന് പകരം അത് എത്ര തിയേറ്ററുകൾ കൂടുതൽ റിലീസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് അതിനനുസരിച്ച് അവരുടെയും കൂടെ അനുവാദം മേടിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനമെടുക്കും. അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അപ്പൊ അവരെന്ത് പറയുന്നു? വീണ്ടും മെയിൽ അയക്കുന്നു. ഇതുവരെ മെയിൽ അയക്കാതിരുന്ന ഈ 40ഓളം മെയിലുകൾക്ക് മറുപടി അയക്കാതിരുന്ന KSFDC ഉടനെ നിങ്ങൾ സിനിമ റിലീസ് തടസ്സപ്പെടുത്തുകയാണ് എന്നാണ്. ഞാൻ പറഞ്ഞത് റിലീസ് തടസ്സപ്പെടുത്തുകയല്ല, 6 തിയേറ്ററുകളിൽ എന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിനാണ് ഞാൻ എതിര്. നിങ്ങൾ 60 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ 40 തിയേറ്ററുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഇനി വേണ്ട, 25 തിയേറ്ററുകൾ റിലീസ് ചെയ്യാനാണെങ്കിലും ഞാൻ റെഡിയാണ്. 6 തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ആര് പോയി കാണും? തൃശ്ശൂർ ജില്ലയിൽ ഒരു തിയേറ്റർ പോലും ഇല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പോലും വേറൊരു ജില്ലയിലേക്ക് പോയി കാണും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ പ്രോജക്റ്റ് സർക്കാർ ഉണ്ടാക്കിയത്? ആരെ ബോധിപ്പിക്കാനാണ് എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നത് ഈ പറയുന്ന ആളുകളാണ്. അതുപോലെ ഒരു ഉദാഹരണം, ഈ സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള കൺസേൺസ് പറഞ്ഞപ്പോൾ ഷാജിയൻ കരൺ എന്നോട് പറഞ്ഞത്, NFDC സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ പ്രദർശിപ്പിക്കാറ് പോലുമില്ല. നിങ്ങളുടെ സിനിമ NFDC സിനിമ റിലീസ് ചെയ്യാറ് പോലുമില്ല. പുള്ളി ഒരു മാനദണ്ഡമാണ് പുള്ളിയുടെ. നിങ്ങളുടെ ഇത് ഞങ്ങൾ റിലീസ് ചെയ്യാനെങ്കിലും ആലോചിച്ചല്ലോ. എന്തോ ഒരു വലിയ ഔദാര്യമാണ് ഇവര്. NFDC അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. സംസ്ഥാന സർക്കാർ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമകൾ, അതിനുവേണ്ടി എടുക്കുന്ന പൈസയാണ്. ഇത് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിൽ നിന്നാണ് ഈ പൈസ വരുന്നത്. ഇവരുടെ ആരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയൊന്നുമല്ല. അതിന് നല്ല രീതിയിൽ അത് വിതരണം ചെയ്യപ്പെടാനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന ഫിലിം മേക്കേഴ്സിനും അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഉണ്ട്. അവര് NFDC സിനിമ റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല അതിന് മാനദണ്ഡം നിശ്ചയിക്കേണ്ടത്. മറ്റൊരു